അൺഇംപ്ലിമെൻറ്റഡ് മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺഇംപ്ലിമെൻറ്റഡ് മെത്തേഡ്, അപ്പോൾ ഇതിനകത്തും കുറേ ഫീച്ചേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഇതിനകത്ത് അബ്സ്ട്രാക്ഷൻ എന്താണ്, ഇൻ്റർഫേസ് എന്താണ്, അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ഓൺലി അൺഇംപ്ലിമെൻറ്റഡ് മെത്തേഡ്? അൺഇംപ്ലിമെൻറ്റഡ് മെത്തേഡുകൾ മാത്രമുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ചൈൽഡ് ക്ലാസ് ഒന്നുമല്ല, അതൊക്കെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. ചൈൽഡ് ക്ലാസ് എന്നൊന്നും പറയുന്നതല്ല, ചൈൽഡും പേരൻ്റും ഒന്നുമല്ല. കൺസ്ട്രക്ടർ എപ്പോഴാണ് കോൾ ചെയ്യുന്നതെന്ന് അറിയാം. കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത് എന്താണ്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് കൺസ്ട്രക്ടർ കോൾ ചെയ്യപ്പെടുന്നത്. കൺസ്ട്രക്ടറിന് ഒരു കാരണവശാലും റിട്ടേൺ വാല്യൂ, ഈവൻ വോയിഡ് പോലും എഴുതത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. നമസ്കാരം, എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ HSST കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വളരെ കുറച്ച് സമയമുള്ളൂ, കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ഡേറ്റാബേസ് ഒക്കെ നോക്കുന്നുണ്ട്, എല്ലാത്തിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ കുറച്ച് ചോദ്യങ്ങൾ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എ മെമ്പർ ഫംഗ്ഷൻ വിച്ച് ഇനിഷ്യലൈസ് ഡാറ്റ മെമ്പേഴ്സ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അല്ലേ. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നോക്കുക, അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്താണ്, ഏത് മെമ്പർ ഫംഗ്ഷനാണ് ഇനിഷ്യലൈസ് ചെയ്യുക, ഡാറ്റ മെമ്പേഴ്സിനെ ഇനിഷ്യലൈസ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെമ്പർ ഫംഗ്ഷൻ ഏതാണ്? വളരെ സിമ്പിളാണ്. എന്താണ്, കൺസ്ട്രക്ടർ എന്നുള്ളതാണ് അല്ലേ. കൺസ്ട്രക്ടറിൻ്റെ പ്രത്യേകതകളൊക്കെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരണം. എന്താണ് കൺസ്ട്രക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ക്ലാസിൻ്റെ അതേ പേരിലുള്ള ഫംഗ്ഷനാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. കൺസ്ട്രക്ടർ എപ്പോഴാണ് കോൾ ചെയ്യുന്നതെന്ന് അറിയാം. കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്നത് എന്താണ്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് കൺസ്ട്രക്ടർ കോൾ ചെയ്യപ്പെടുന്നത്. കൺസ്ട്രക്ടറിന് ഒരു കാരണവശാലും റിട്ടേൺ വാല്യൂ, ഈവൻ വോയിഡ് പോലും എഴുതത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അപ്പം ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി, മെമ്പേഴ്സിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണോ നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഫീച്ചറാണ്. ഓക്കെ, ഹൗ മെനി കൺസ്ട്രക്ടേഴ്സ് ക്യാൻ ബി പ്രസൻറ്റ് ഇൻസൈഡ് എ ക്ലാസ്? ഒരു ക്ലാസ്സിനകത്ത് എത്ര കൺസ്ട്രക്ടർ വരെ പറ്റും എന്നുള്ളതാണ്. ഹൗ മെനി കൺസ്ട്രക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമുക്ക് എത്ര കൺസ്ട്രക്ടർ വേണമെങ്കിലും ഒരു ക്ലാസ്സിനകത്ത്, ക്ലാസ്സിൻ്റെ അതേ പേര് തന്നെ ആയിരിക്കണം. കൺസ്ട്രക്ടറിൻ്റെ പാരാമീറ്റർ മാറ്റിയാൽ മതി അല്ലേ. കൺസ്ട്രക്ടർ ഓവർലോഡിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കൺസ്ട്രക്ടറിൻ്റെ പാരാമീറ്റർ ലിസ്റ്റ് മാറ്റിക്കൊണ്ടിരുന്നാൽ മതി. അങ്ങനെ നമുക്ക് എത്ര കൺസ്ട്രക്ടർ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് മൾട്ടിപ്പിൾ എന്നേ ഉള്ളൂ അതിൻ്റെ ഉത്തരം. Which header file is required in C++ to use OOP? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇത് പലപ്പോഴും ജാവയുടെ ചോദ്യങ്ങളിനകത്ത് വരാറുണ്ട്, പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. സ്ഥിരമായിട്ട് നമ്മളൊരു കോമ്പറ്റീഷൻ എക്സാമിനകത്ത് നോക്കുമ്പോൾ മിക്കവാറും ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങളായിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. വേറെ രീതിയിലൊക്കെ ജാവ വെച്ചായിരിക്കും ചോദിക്കുന്നത്. ഏത് ഹെഡർ ഫയലാണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് നമുക്കൊരു ലാംഗ്വേജിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഏത് ഹെഡർ ഫയലാണ് ആ പ്രോഗ്രാമിൻ്റെ മുകളിൽ എഴുതേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആയാലും, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആയാലും, അല്ലെങ്കിൽ ലോജിക് പ്രോഗ്രാമിംഗ് ആയാലും, ഏത് ടൈപ്പ് പ്രോഗ്രാമിംഗ് ആയാലും അതൊരു പ്രോഗ്രാമിംഗ് പാരാഡിഗമാണ്, അല്ലെങ്കിൽ അത് നമുക്കൊരു മെത്തേഡ് ഓഫ് റൈറ്റിംഗ് കോഡ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡും അല്ലെങ്കിൽ പ്രൊസീജിയർ ഓറിയൻറ്റഡും ഒക്കെ. ആ ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു വേ ഓഫ് റൈറ്റിംഗ് പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ചൊരു ഹെഡർ ഫയലിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഏതെങ്കിലും ഫംഗ്ഷനെ, നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ, ഏതെങ്കിലും ഹെഡർ ഫയലിൽ കിടക്കുന്ന ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട് എങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിനനുയോജ്യമായ ഹെഡർ ഫയലുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പ്രോഗ്രാമിൻ്റെ മുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ OOP ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് യൂസിങ്, ഒരു ഹെഡർ ഫയൽ പോലും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, OOPs യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ഹെഡർ ഫയൽ പ്രത്യേകിച്ച് OOPsന് വേണ്ടി, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് വേണ്ടി അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഹെഡർ ഫയൽ ഒന്നുമില്ല. സോ ആൻസർ എ. ഓക്കെ ആണല്ലോ. Which of the following method can be used to stop method overriding? മെത്തേഡ് ഓവർറൈഡിങ് തടയുവാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കീവേഡ് എന്താണ് മെത്തേഡ് ഓവർറൈഡിങ് എന്നൊക്കെ നോക്കണം. കാര്യം നിങ്ങളുടെ സിലബസിനകത്ത് 3rd മൊഡ്യൂളിനകത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നാണ് പറയുന്നത്. അതിനകത്ത് ഒരു എന്താ പറയുന്നത്, C++ എന്നോ ജാവയെന്നോ ഒന്നും എടുത്തു പറയുന്നില്ല. അതുകൊണ്ട് തന്നെ C++ മുഴുവനായിട്ട് പഠിക്കാനോ ജാവ മുഴുവനായിട്ട് പഠിക്കാനോ ഒന്നും നിൽക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ പല രീതിയിലുള്ള കൺസെപ്റ്റുകളുണ്ട് അല്ലേ. പോളിമോർഫിസം ആണെങ്കിൽ പോലും കമ്പൈൽ ടൈം പോളിമോർഫിസം, റൺ ടൈം. ഇപ്പോൾ പോളിമോർഫിസം ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. സോ ആ പോളിമോർഫിസം പഠിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പൈൽ ടൈം പോളിമോർഫിസം എന്താണ്, റൺ ടൈം പോളിമോർഫിസം എന്താണ്, ഈ കമ്പൈൽ ടൈം പോളിമോർഫിസിൻ്റെ ഉദാഹരണം എന്താണ്, റൺ ടൈം പോളിമോർഫിസത്തിൻ്റെ ഉദാഹരണം എന്താണ്. അപ്പം നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിങ്, ഓവർ റൈഡിങ്ങിലേക്ക് പോകും. അപ്പോൾ അത് ഓവർലോഡിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവർ റൈഡിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെ പഠിച്ചു പോകാനേ പറ്റൂ. അല്ലാതെ നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C++ മുഴുവൻ, ജാവ മുഴുവൻ, അങ്ങനെ PHP മുഴുവൻ, PHP എന്താ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അല്ലേ. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഈ രീതിയിലെ ആ ഒരു ടോപ്പിക്കിനെ നമുക്ക് കാണാൻ കഴിയും.
അപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോഴും സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളുടെ സിലബസ് കൂടി നോക്കണം. ചിലപ്പോൾ പ്രോഗ്രാമറിനെയൊക്കെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ജാവ ഒക്കെ കയറി വരുന്നുണ്ട്. അയ്യോ ഇനി അതിൽ നിന്ന് വരുമോ? യഥാർത്ഥത്തിൽ പ്രോഗ്രാമിൻ്റെ സിലബസിനകത്ത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ജാവ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം നോക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വർഷം ഈ പോർഷൻ ഒന്നും പഠിച്ചു തീരത്തില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ആദ്യം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോപ്പ് മെത്തേഡ് ഓവർ റൈഡിങ്. അപ്പോൾ മെത്തേഡ് ഓവർ റൈഡിങ് സ്റ്റോപ്പ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കീവേഡ് എന്താണ് എന്നുള്ളതാണ്. ഉത്തരം ഫൈനലാണ്. നമുക്കറിയാം മെത്തേഡ് ഓവർ റൈഡിങ് എന്താണെന്നുള്ള കാര്യം അറിയാം. നമുക്ക് ഒരു ക്ലാസ്സിനകത്തുള്ള ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ എ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. രണ്ടാമത് ബി എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ എയെ ഇൻഹെർട്ട് ചെയ്തു. അപ്പം അവിടെയും നമ്മൾ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനെ ഓവർ റൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളതിനെ കോൾ ചെയ്യുന്ന അവസരത്തിൽ, ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ കോൾ ചെയ്യുന്ന അവസരത്തിൽ ഒരു ഫംഗ്ഷനെ ഹൈഡ് ചെയ്തിട്ട് മറ്റൊരു ഫംഗ്ഷൻ എന്ത് ചെയ്യുക, റൺ ചെയ്യുകയാണ്. അപ്പോൾ അവിടെയാണ് ആ ഒരു ഫീച്ചറാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ആ ഒരു സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ റൈഡിങ്. ഓവർ റൈഡിങ് തടയണമെങ്കിൽ നമുക്കിപ്പോൾ എ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നിങ്ങൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് ഫൈനൽ എന്ന് പറയുന്ന കീവേഡ് കൂടി നിങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ആ ഒരു ക്ലാസ്സിനെ ഇൻഹെർട്ട് ചെയ്യുന്ന ഒരു ക്ലാസ്സിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റീഡിഫൈൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് ഫൈനൽ. യഥാർത്ഥത്തിൽ C++ നമ്മൾ കോൺസ്റ്റൻ്റ് എന്നൊക്കെ ഉപയോഗിക്കത്തില്ല, അത് തന്നെയാണ് ജാവയിൽ നമ്മൾ ഫൈനൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ഉള്ളി അൺഇംപ്ലിമെൻറ്റഡ് മെത്തേഡ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അൺഇംപ്ലിമെൻറ്റഡ് മെത്തേഡ്. അപ്പോൾ ഇതിനകത്തും കുറേ ഫീച്ചേഴ്സ് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഇതിനകത്ത് അബ്സ്ട്രാക്ഷൻ എന്താണ്, ഇൻ്റർഫേസ് എന്താണ്, അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ഉള്ളി അൺഇംപ്ലിമെൻറ്റഡ് മെത്തേഡ്. അൺഇംപ്ലിമെൻറ്റഡ് മെത്തേഡുകൾ മാത്രമുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ചൈൽഡ് ക്ലാസ് ഒന്നുമല്ല, അതൊക്കെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. ചൈൽഡ് ക്ലാസ് എന്നൊന്നും പറയുന്നതല്ല, ചൈൽഡും പേരൻ്റും ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്കിനി അടുത്ത് നോക്കാം, അബ്സ്ട്രാക്റ്റ് ക്ലാസ് ആണോ. അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്താണ്, ഇൻ്റർഫേസ് എന്താണ് അല്ലേ. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ഒള്ളി അല്ലേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ഒള്ളി അൺഇംപ്ലിമെൻറ്റഡ് മെത്തേഡ്സ്. അൺഇംപ്ലിമെൻറ്റഡ് മെത്തേഡുകൾ മാത്രം, അൺഇംപ്ലിമെൻറ്റഡ് മെത്തേഡുകൾ മാത്രം ഉള്ള എന്താണ് താഴെ തന്നിരിക്കുന്നത് ഇതിനകത്താണ് അൺഇംപ്ലിമെൻറ്റഡ് മെത്തേഡ് മാത്രം, അതായത് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്ത മെത്തേഡുകൾ മാത്രം, കോൺക്രീറ്റ് മെത്തേഡ്സ് ഇല്ലാത്തത്. അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് എല്ലാ മെത്തേഡുകളും അൺഇംപ്ലിമെൻറ്റഡ് ആവണം എന്ന് ഒരു നിയമവുമില്ല, അതിനകത്ത് കോൺക്രീറ്റ് മെത്തേഡുകളും ഉണ്ടാവാം അല്ലേ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് അല്ലേ. പക്ഷേ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേഷൻ നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് നമുക്ക് അൺഇംപ്ലിമെൻറ്റഡ് മെത്തേഡും ഇംപ്ലിമെൻറ്റഡ് മെത്തേഡും, ഇംപ്ലിമെൻറ്റഡ് മെത്തേഡ് എന്ന് വെച്ചാൽ ബോഡിയുള്ള മെത്തേഡ് എന്നാണ്, ബോഡി ഇല്ലാത്ത മെത്തേഡും ബോഡിയുള്ള മെത്തേഡ്. സോ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിനകത്ത് നമുക്ക് രണ്ടും ഉണ്ടാവാം, അൺഇംപ്ലിമെൻറ്റഡും ഉണ്ടാവാം ഇംപ്ലിമെൻറ്റഡും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അബ്സ്ട്രാക്റ്റ് ക്ലാസ് അല്ല. ഇൻ്റർഫേസോ, യെസ്, ഇൻ്റർഫേസിനകത്ത് എന്താണ്, ഇൻ്റർഫേസിനകത്ത് എല്ലാം തന്നെ അൺഇംപ്ലിമെൻറ്റഡ് ആയിരിക്കും അല്ലേ. ഇൻ്റർഫേസിനകത്ത് എല്ലാം തന്നെ എന്തായിരിക്കും, അൺഇംപ്ലിമെൻറ്റഡ് ആയിരിക്കും അല്ലേ. സോ ആൻസർ എന്തായിരിക്കും, ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പം ഇൻ്റർഫേസ് ജസ്റ്റ് ഫംഗ്ഷൻ്റെ പേരുകൾ മാത്രമേ ഉണ്ടാവൂ. അപ്പം ഒരാൾ സംശയം ചോദിച്ചതാണ്, സാറേ പുതിയ പല വേർഷനകത്തും ജാവയ്ക്കകത്ത് ഇൻ്റർഫേസിനകത്തും നമുക്ക് ഒരു കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ഇത് അല്ല, നമ്മൾ ആ ഒരു രീതിയിൽ ഓരോ വേർഷൻസ് അനുസരിച്ച് അങ്ങനെ പുതിയ പുതിയ ഫീച്ചേഴ്സ് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ തന്നെ ഇൻ്റർഫേസിൻ്റെ പ്രത്യേകതകളെല്ലാം അതിനോട് ആ ഫീച്ചറായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫീച്ചറായിട്ട് തന്നെ പഠിക്കുക എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു ബേസിക് ഫീച്ചറുകളാണ് എന്ത് പറയുന്നത്. ഒരുപക്ഷെ ഇൻ്റർഫേസ് ഉണ്ടാക്കുന്നത് തന്നെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവയിൽ പോസിബിൾ ആക്കാൻ വേണ്ടിയൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഫീച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ അത് അങ്ങനെ തന്നെ പഠിക്കുക എന്ന് തന്നെയുള്ളൂ. ഓക്കെ, അല്ല ഇനി പരീക്ഷയ്ക്ക് ഒരു കുട്ടി എന്ത് ചെയ്തു, അല്ലെങ്കിൽ അതിന് മറ്റൊരു രീതിയിലാണ് ഇൻ്റർഫേസിനകത്ത് മെത്തേഡ് ഇംപ്ലിമെൻറ്റേഷൻ പറ്റുമെന്നുള്ളൊരു ഓപ്ഷനും കൂടി ആ രീതിയിലുള്ള ഉത്തരവും കൂടി എഴുതിയെങ്കിൽ നമ്മൾ എഴുതിയത് പറ്റില്ല എന്നുമാണ്. നമ്മൾ പറയുന്ന ഇൻ്റർഫേസിനകത്ത് മെത്തേഡ് ഡെഫിനിഷൻ പറ്റില്ലെന്ന് നമ്മൾ പറയുന്നു, പഠിച്ചു വെച്ചേക്കുന്നു. പക്ഷേ വേറൊരു ആൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് മെത്തേഡ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നൊരു ചോദ്യത്തിനകത്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഉത്തരം അയാൾ എഴുതി, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഉത്തരം നമ്മളും എഴുതി. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യും, ഒരു പക്ഷേ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി PSCക്ക് ആ രീതിയിൽ ആ ക്വസ്റ്റ്യനും അതിൻ്റെ പ്രൂഫും എല്ലാം വെച്ച് അയച്ചു കൊടുക്കും, ചലഞ്ച് ചെയ്യും. അപ്പോൾ PSC അത് അംഗീകരിക്കുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തേക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഉത്തരവായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, എനിവേ, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നോക്കിയത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ വളരെ കുറച്ച് ചോദ്യങ്ങളാണ്.
അപ്പോൾ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇനിയും പഠിച്ച് തീർന്നിട്ടില്ലാത്തവർ, പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ക്രാഷ് കോഴ്സ്. ഇപ്പോൾ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചുരുങ്ങിയ സമയം 50 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ടോപ്പിക് എല്ലാം തന്നെ പഠിക്കാം. കൃത്യമായിട്ട് നോട്ട്, സ്റ്റഡി മെറ്റീരിയൽ, അതേപോലെ തന്നെ ഡെയിലി ലൈവ് എക്സാമുകൾ, അതേപോലെ മൊഡ്യൂൾ വൈസ് എക്സാം, PDF നോട്ട്, അങ്ങനെയുള്ള ടെലഗ്രാം സപ്പോർട്ട് ഗ്രൂപ്പുകൾ എല്ലാം തന്നെ അവൈലബിൾ ആണ്. ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 50 ദിവസം ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടും പ്രയോജനമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.